വാർത്തകളിലേക്ക് സ്വാഗതം. വയനാട് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അവിടെ പ്രയത്നിക്കുന്ന ഇന്ത്യൻ പട്ടാളത്തിനും എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ദുരന്ത സഹായ ഹസ്തവുമായി കേരള വ്യാപാരി വ്യവസായി മർച്ചൻ്റ് അസോസിയേഷൻ അതിൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായി തൊടുപുഴയിൽ മർച്ചൻ്റ് അസോസിയേഷൻ സംഘടനാ നേതാക്കൾ എല്ലാ കടകളും കേന്ദ്രീകരിച്ച് ഫണ്ട് പിരിവാണ് നടത്തുന്നത്. ഈ പ്രാവശ്യം ഫണ്ട് നേരിട്ട് അവിടെ അർഹതപ്പെട്ടവർക്ക് എത്തിക്കാനുള്ള പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് തൊടുപുഴയിൽ ഈ ഫണ്ട് പിരിവ് നടത്തുന്നതെന്ന് വ്യാപാരി വ്യവസായി മർച്ചൻ്റ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു നമ്മളോട്. നിത്യോപയോഗ സാധനങ്ങൾ കൊണ്ടും ഭക്ഷണ സാധനങ്ങൾ കൊണ്ടും ദുരന്തഭൂമി നിറഞ്ഞൊഴുകുമ്പോൾ ആണ് വ്യാപാരി വ്യവസായികളുടെ ഇതുപോലെയൊരു തീരുമാനം. തൊടുപുഴയിൽ മർച്ചൻ്റ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ 2 സംഘങ്ങളായി തിരിഞ്ഞാണ് കളക്ഷൻ നടത്തുന്നത്. പിരിക്കുന്ന പൈസയ്ക്ക് കൃത്യമായ രേഖകളും രസീതുകളും നൽകിയാണ് ഫണ്ട് ശേഖരണം. തൊടുപുഴ മർച്ചൻ്റ് അസോസിയേഷൻ്റെ പേരിൽ നമ്മുടെ വയനാട് ദുരിതാശ്വാസ ക്യാമ്പിലേക്കുള്ള പിരിവുകളാണ് തൊടുപുഴയിൽ നടക്കുന്നത്. ഇവിടെ സാധനങ്ങളൊന്നുമില്ല, പൈസ ക്യാഷായിട്ടാണ് പിരിക്കുന്നത്. അതിൻ്റെ വിശദ വിവരങ്ങളിലേക്കാണ് കിടക്കുന്നത്. രാജേട്ടാ നമസ്കാരം. ഇന്ന് നവമാധ്യമങ്ങളിൽ ഈ ഫണ്ടൊക്കെ പിരിച്ചാൽ മുഖ്യമന്ത്രിയുടെ ഇതിലേക്ക് കൊടുക്കുന്നതിൽ ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത ഒരു കാഴ്ചപ്പാടില്ല. നമ്മൾ ഈ ഫണ്ട് പിരിക്കുന്നത് ഏത് ഉദ്ദേശത്തിലാണ്? പലപ്പോഴും ദുരിതാശ്വാസ നിധിയിൽ ഫണ്ട് കളക്ഷൻ വളരെ മിസ്യൂസ് ചെയ്യുവാണ്. വളരെ നാളുകളായിട്ട് ഇതാണ് നമ്മൾ കണ്ടുവരുന്നത്. നവമാധ്യമങ്ങളിലും മറ്റും ഇതിൻ്റെ പരാതികൾ നിറഞ്ഞു നിൽക്കും. പൊതുജനങ്ങളുടെ ഒരു വിശ്വസ്തതയ്ക്ക് വേണ്ടിയാണ് സംസ്ഥാന വ്യാപാരി വ്യവസായി സംഘടനയുടെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ തീരുമാനമെടുത്തത്. വ്യാപാരികൾ നന്നായിട്ട് സഹകരിക്കുന്നുണ്ട്. എല്ലാ വ്യാപാരികളും സഹകരിക്കുന്ന എല്ലാവർക്കും ഞാൻ നന്ദി പറയുന്നു. സാമ്പത്തികമായും കച്ചവടമില്ലാതെയും നിരവധി പ്രശ്നങ്ങൾ നേരിടുന്ന എല്ലാ വ്യാപാരി വ്യവസായികളും ചെറിയ എമൗണ്ടുകളായാലും തന്ന് സഹകരിച്ച് സംസ്ഥാന തലത്തിൽ അത് വലിയൊരു തുകയായി കൈമാറുന്നത് ഈ ദുരന്തഭൂമിയിൽ ഇതുപോലെ കഷ്ടപ്പെടുന്നവർക്കും ദുരിതം അനുഭവിക്കുന്നവർക്കും എത്രയും പെട്ടെന്ന് നേരിട്ട് കിട്ടും. നാട്ടുരാജ്യ ന്യൂസിനു വേണ്ടി ക്യാമറയാൻ റിപ്പോർട്ടിംഗ് തൊടുപുഴയിൽ നിന്നും KK വിജയൻ.